ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞങ്ങൾക്കിന്ന് കുറേ മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബോസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മുരിങ്ങയ്ക്ക കൊണ്ട് ഒരു തീയൽ വെക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ നമ്മുടെ തീയലിന് വേണ്ടി 2 മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ പച്ചക്കറിയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാം. തീയലൊക്കെ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും എടുത്തിട്ടില്ല, കൈകൊണ്ട് വേഗം കട്ട് ചെയ്യാണ്. നമുക്ക് മുരിങ്ങയ്ക്ക കട്ട് ചെയ്യാം. മുരിങ്ങയ്ക്ക ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്യാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വെക്കാം. ഇത് വേണമെങ്കിൽ ഒന്ന് വഴറ്റിയിട്ട് വെക്കാം, പക്ഷെ ഞാനിപ്പോൾ അത് വഴറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഇത് അടച്ചു വെക്കാം, ഇവിടെ ഇരുന്നതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് വേണ്ടിയുള്ള പുളി വേണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഈ പുളിയും ഉപ്പും എല്ലാം ഈ കഷ്ണങ്ങളിലൊക്കെ കിടന്നൊന്ന് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഇത് അടുപ്പിലിട്ട് വേവിക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പം അതിനുവേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങ മാത്രമല്ല, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ കൂടി ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ തിരുമ്മി എടുത്തായതുകൊണ്ട് തേങ്ങ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതായതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഓൾറെഡി വറുത്തതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് കറിയിലേക്ക് നേരിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ നിന്നൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പം നമ്മൾ വെള്ളം തൊടാതെയാണിത് സാധാരണ നമ്മൾ തീയലിനൊക്കെ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറിയിലേക്ക് ഒഴിക്കാം. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വറ്റി വരണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പുളി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിന് മുമ്പേ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇടാനുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയിരുന്നു, എല്ലാം പാകത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സംഭവം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം നമ്മുടെ തീയൽ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്കൊന്ന് താളിച്ചിടണം. നമുക്ക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. നമുക്ക് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തീയൽ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ചോറും തീയലും മോര് നല്ല കോമ്പിനേഷനാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.